നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുഞ്ഞുങ്ങളുടെ നെഞ്ചുടുപ്പ് നീ കണ്ടിട്ടുണ്ടോ? മഴയത്ത് തകരം മുളച്ചതുപോലെ ഒരു കുഞ്ഞുണ്ടായി. ആരാണ്ടയുടെ കൃപ കൊണ്ട് അത് കമഴ്ന്നു വീണു. മുട്ടിലിഴഞ്ഞ് പിച്ച വച്ചു. ഇതുവരെ എത്തി. നിന്റെ അമ്മ മഹാത്മ്യം കൊണ്ടൊന്നും അല്ല. നിന്റെ ഡാഡി തന്നെയല്ലേ ആ കൊച്ചിനെ ഏതോ ഉഗാണ്ടയിലേക്ക് മാറ്റിയത്. അപ്പച്ചി ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. കാഞ്ചനയുടെ നാക്കിനെ പൂച്ചുവിലങ്ങടാൻ നീ ആയിട്ടില്ലടി. നീ ചിന്തിച്ചു നോക്ക്. നിന്റെ ഡാഡി നിന്നോട് കാണിച്ച കരുതലിന്റെ 100-1 നീ നിന്റെ മോളോട് കാണിച്ചിട്ടുണ്ടോ? കുറുക്കൻ തന്തയും കുറുന്നൊരു മോളും. എന്ന് നിന്റെ തന്തയുടെ കൈ നീ വിടുന്നു അന്ന് നീ രക്ഷപ്പെടും. അപ്പച്ചി നീ കേട്ടിട്ടില്ലേ, ഗ്രാമത്തിൽ കലാപം വന്ന, വരൾച്ച വന്നാൽ, വെള്ളപ്പൊക്കം വന്ന ഗ്രാമം വിട്ട് രക്ഷപ്പെട്ടു പോകുന്നവർ എന്താ ചെയ്യുന്നതെന്ന്? മുടന്തുള്ള മൃഗങ്ങളെയും വയസ്സായവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇവിടെ അത് നീ ചെയ്താ മതി. ഇവിടുത്തെ വയസ്സായ മുടന്തൻ മൃഗത്തെ നോക്കിയിരിക്കാതെ നീ നിന്റെ പാട് നോക്കി പോവണേ. അപ്പച്ചി നിർത്താനേ പറഞ്ഞത്. ഇനി ഒരു അക്ഷരം എന്റെ ഡാഡിയെ കുറിച്ച് മിണ്ടി പോരുത്. ഡാഡി ഒന്ന് ചുമ്മാ ഇരിക്കടാ. കാണാൻ വന്നവരൊക്കെ പോയോ സാറേ? പോയി. ആരാ സാറേ? ഫാമിലിയാ? എനിക്ക് സ്വന്തം കുടുംബത്തിലെ പോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ. എടുത്തു പറയാൻ ഒരു ബന്ധവും രക്തബന്ധവും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അതൊന്നും ഇല്ലാതിരിക്കണേ സാറേ നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു സുധിയെ കുറിച്ച്? ആ ഹൃദയം കൊടുത്ത ചെറുക്കനല്ല സാറേ? അതെ, ആ സുധിയുടെ ഭാര്യയും അച്ഛനും വന്നത്. പാവങ്ങള്. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ അല്ലേ സാറേ ആ ചെറുപ്പക്കാരൻ സ്വന്തം ജീവൻ മറ്റൊരാൾക്ക് നൽകി പോയത്? 10-29 കൊല്ലക്കാലം സുധി എന്ന ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് തൻ്റെ അച്ഛനോ അമ്മയ്ക്കോ തനിക്ക് വേണ്ടി പിറന്ന പെണ്ണിന് വേണ്ടിയോ അല്ല, മറിച്ച് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടിയായിരുന്നു. പടച്ചവന്റെ ഓരോ കളികളെ സാറേ. ഒന്നും കാണാതെ പടച്ചവൻ ഒന്നും ചെയ്യില്ല സാറേ. എല്ലാത്തിനും ഡോക്ടർ നിയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ പോയപ്പോ മറ്റൊരു ജീവൻ നിലനിർത്താൻ പറ്റി. പക്ഷേ സുധിയുടെ ഭാര്യ ദേവികയുടെയും സുധിയുടെ അച്ഛനമ്മമാരുടെയും സങ്കടം. അങ്ങനെയൊക്കെ ചിന്തിച്ചാ പിന്നെ സാമ്പ്രാണിത്തിരി പോയെന്ന് പോലെ നമ്മളെ തലയൊക്കെ പോഞ്ഞു പോകയല്ലേ ഉള്ളൂ. സാറേ, നമ്മുടെ പരുന്ത് അടുത്ത ആഴ്ച പുറത്തിറങ്ങുന്നുണ്ട്. അതിന്റെ പിറ്റേ ആഴ്ച ഞാനങ്ങ് തിരിച്ചു വരും സാറേ. ഇറങ്ങിയിട്ട് എന്താ പരുന്തിന്റെ അടുത്ത പരിപാടി? എന്ത് പരിപാടി സാറേ? ആശാനെ ഒന്ന് കാണണം, അനുഗ്രഹം ഒന്ന് വാങ്ങണം, അടുത്ത ഓപ്പറേഷനിലേക്ക് ഇറങ്ങണം. ക്രിസ്മസിന് മുമ്പ് ഇവിടെ തിരിച്ചെത്തണം സാറേ. കഴിഞ്ഞ വർഷവും ഇവിടത്തെ ക്രിസ്മസ് ആഘോഷത്തിന് ഇവനായിരുന്നു പാപ്പാനി. അത് കൊള്ളാം. ആട്ടെ, ആരാ പരുന്തിന്റെ ആശാൻ? കൊച്ചുണ്ണി ആശാൻ. കായക്കുളം കൊച്ചുണ്ണി ആശാനെ. അല്ലാതാരാ? പുള്ളിക്കാരനെ പ്രതിഷ്ഠയാക്കി വെച്ചിരിക്കുന്ന ഒരു അമ്പലമുണ്ട് അങ്ങ് പത്തനംതിട്ടയില, ഇടപ്പാറ മലദേവർ മലനട. കുറച്ച് മെഴുകുതിരിയും കുറച്ച് ചന്ദനത്തിരിയും കൊച്ചുണ്ണി ആശാന്റെ മുമ്പിൽ ഒന്ന് കത്തിക്കണം, പ്രാർത്ഥിക്കണം. പരുന്തിന് ഈ മോഷണം നിർത്തി വേറെന്തെങ്കിലും ജോലി ചെയ്തൂടെ? രാഷ്ട്രീയത്തിൽ ഇറങ്ങാന്ന് വെച്ചതാ സാറേ. അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ അട്ടപ്പാടിയിൽ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷേ 5 പൈസയുടെ ധനസഹായം നമ്മുടെ സർക്കാർ തരത്തില്ല. പിന്നെ നിന്റെ കഞ്ചാവ് കൃഷിക്ക് ധനസഹായം ഉണ്ടാക്കാനല്ലേ സർക്കാർ ഇരിക്കുന്നേ? ഒന്ന് പോടാ. അത് കൊള്ളാം സാറേ. സാറ് പറഞ്ഞ കഥകളിൽ ഒരു വില്ലനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശരത്ത്. അവൻ തന്നെ. ആ വധൂരിക്കട്ട് 4 ചാമ്പ് ചാമ്പിയേക്കട്ടെ. എന്തായാലും ഇങ്ങോട്ട് തന്നെ വരണം. കേസിന് ഇത്തിരി ബലം കൂടിക്കോട്ടെ. അതെ സാറേ,
ജയില് ചോറുന്നവന്റെ കൈ കൊണ്ടുള്ള ഇടിക്കേ നല്ല ഊക്ക അല്ലേടാ? തൽക്കാലം വേണ്ട, പക്ഷേ വേണ്ടി വരും. ഞാൻ പറയാം. സാർ പറഞ്ഞാ മതി. ഓ, അമ്മായിയമ്മയുടെ വിശേഷം അറിയാനായിരിക്കും ഇവളിങ്ങനെ ചിറകും വിരിച്ചങ്ങ് പറന്നു പോകുന്നത്. നീ നോക്കണ്ട, വണ്ടിക്കകത്ത് വേറെ ആരുമില്ല. എന്തായി ഡാഡി പോയിട്ട്? അതൊക്കെ പറയാം. ആദ്യം നീ പോയിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടോ. ഡാഡി എന്താ സാമ്പ്രാണിക്കായലില് വെള്ളമൊന്നും ഇല്ലായിരുന്നോ? അതോ പോയടത്തുനിന്നൊന്നും കിട്ടിയില്ലേ? ആ, അവിടെ നാട്ടി വിട്ട് കാണും, അതാ ഇത്ര പരവേശം. അവിടുത്തെ അമ്മ വരില്ലേ ഡാഡി? ഇല്ല. അതെന്താ? ശങ്കരനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എങ്ങനെ വരുമെന്നുള്ളത് ഒരു കാരണമാണ്. പിന്നെ നിരഞ്ജന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണല്ലേ, അത് വിട്ടിട്ട് പോരാനും ബുദ്ധിമുട്ട് കാണും. എന്നാലും അമ്മ വന്നിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായേനെ. കൂട്ട് കൊള്ളാം. എന്നു മുതലാണ് എൻ്റെ മോളി കൂട്ടൊക്കെ ആഗ്രഹിച്ചു തുടങ്ങിയത്? എന്നു മുതലാണ് നിരഞ്ജന്റെ അമ്മയെ നീ അമ്മയെന്ന് വിളിച്ചു തുടങ്ങിയത്? ഡാഡി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ. നമുക്ക് ആവശ്യമുള്ളപ്പോ ചേരിൽ നിന്ന് വിറകെടുക്കുന്നത് പോലെ എടുക്കാവുന്നതല്ല ബന്ധങ്ങൾ. സ്നേഹമെന്ന് പറയുന്നത് ഒരു ദിശയിലേക്ക് ഒഴുകുന്ന പുഴ പോലെയുമല്ല. ഒരേ അളവിലല്ലെങ്കിലും കൊടുക്കൽ വാങ്ങലാണ് സ്നേഹം. കുറച്ചേറെ വൈകിയാണെങ്കിലും നീ അത് തിരിച്ചറിഞ്ഞതിൽ ഡാഡിക്ക് സന്തോഷമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ ഒന്നുകൂടി പോയാ അമ്മ വരുമായിരിക്കും ഡാഡി? അറിയില്ല, ചിലപ്പോ വരുമായിരിക്കും. അവരൊക്കെ സാധുക്കളാ, മനസ്സിൽ നന്മയുടെ തെളിനീര് മാത്രമുള്ളവര്. നീ പോയാൽ ഒരു പക്ഷേ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നിരഞ്ജനേക്കാൾ അവർക്ക് കൂടുതൽ ഇഷ്ടം നിന്നെയാ. അതെ, ഈ ചക്ക അലുവയും ഉപ്പേരിയൊന്നും കൊടുത്തു വിട്ടില്ല അമ്മായിമ്മ? ഓ, ജയിലിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പച്ചയ്ക്ക് വേറെ ഒരു പണിയില്ലേ? ഛേ, ഓ, സ്വാമി, അല്ല സ്വാമിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? സ്വാമി സത്യം പറയൂ. മാഡം ചോദിക്കും.
സ്വാമിയേട്ടൻ എന്നെ മാഡോന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. അത് ശരിയാവില്ല. വിളിച്ച് ശീലിച്ചത് നാവില് വഴങ്ങും. അതുപോട്ടെ, എന്താ മാഡത്തിന് ചോദിക്കാനുള്ളത്? ശ്രുതിമോളെ ഡാഡി എവിടേക്കാ കൊണ്ടുപോയത്? അത് എനിക്കറിയില്ല. കള്ളം, സ്വാമിയേട്ടനല്ലേ ഒപ്പം പോയത്? അതെ, പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്നെ വഴിയിൽ നിർത്തിയിട്ട് വേറൊരു വണ്ടിയിൽ മോളെയും കൊണ്ടുപോയി. ഞാൻ പോലും ശ്രുതിമോളെ എവിടെയാന്ന് അറിയരുതെന്ന് സാറിന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിനർത്ഥം മോളെ ഇവിടുന്ന് മാറ്റിയതിനുള്ള കാരണം അത്ര ശക്താണെന്ന്.